Indian Contract Act 1872. The Act came into force on 1st September 1872. The laws relating to contract is governed by the Indian Contract Act. 1st September 1872 Indian Contract Act നിലവിൽ വന്നത്. Then what is contract? As per section 2H of Indian Contract Act 1872, contract means an agreement enforceable by law. Mainly two aspects ആണ് contractൽ വരുന്നത്. Agreement and enforceability by law. എന്താണ് enforceability by law? Enforceability by law എന്ന് പറയുമ്പോൾ നിയമപരമായിട്ട് അത് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം. ഓക്കെ, അപ്പോൾ എഗ്രിമെൻറ്റും അതുപോലെ തന്നെ എൻഫോഴ്സിബിലിറ്റി ബൈ ലോ. അപ്പോൾ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ആയിരിക്കണം. കോൺട്രാക്റ്റിൽ പറയുന്ന എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ നിയമപരമായിട്ട് നടപ്പാക്കാൻ പറ്റുന്ന ഇതായിരിക്കണം. എന്താണ് എഗ്രിമെൻറ്റ്? ഓക്കെ, agreement means every promise and set of promises forming consideration for each other. Every promise. എന്താണ് promise? Promise means when an offer is accepted, we call it as a promise. Okay, ഒരു ഓഫർ accept ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായി മാറി? Promise ആയി മാറി. Agreementൽ പറയുന്നത് agreement means every promise and set of promises forming consideration for each other. അതൊരു പ്രോമിസ് ആയിരിക്കണം, ഓഫർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഫോമിങ് കൺസിഡറേഷൻ, ഒരു കൺസിഡറേഷൻ കൂടി ഉണ്ടെങ്കിൽ അതെന്തായി? എഗ്രിമെൻ്റ് ആണ്. So agreement includes offer and acceptance. Contract means agreement plus enforceability by law. എഗ്രിമെൻറ്റിൽ ഓഫർ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം, ദെൻ ഫോമിങ് എ കൺസിഡറേഷൻ. കോൺട്രാക്റ്റ് എങ്ങനെയാണ്? എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ. ഫോർ എക്സാമ്പിൾ, ദർ ആർ ടു പാർട്ടീസ് എ ആൻഡ് ബി. ഓക്കെ, പേഴ്സൺ എ ഈസ് വില്ലിംഗ് ടു സെൽ ഹിസ് കാർ ഫോർ ₹50,000 ആൻഡ് ബി അക്സെപ്റ്റഡ് ദി ഓഫർ. ഓക്കെ, എ എന്നുള്ള പേഴ്സൺ അയാളുടെ കാറ് 50,000 വിൽക്കാൻ തയ്യാറാണെന്ന് ബീൻ്റെ അടുത്ത് പറഞ്ഞു. ബി എന്ത് ചെയ്തു? അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. So there forms an agreement because there are two parties, one giving the offer and one is accepting the offer, and also consideration ₹50,000. അത് എഗ്രിമെൻ്റ് ആണ്, അതുപോലെ തന്നെ എൻഫോഴ്സിബിൾ ബൈ ലോ ആണ്. സോ ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ്. Then all contracts are agreements, but all agreements are not contracts. എല്ലാ കോൺട്രാക്ട്സും എഗ്രിമെൻറ്റ്സ് ആണ്, പക്ഷേ എല്ലാ എഗ്രിമെൻറ്റ്സും എന്തല്ല? കോൺട്രാക്റ്റ് അല്ല. എഗ്രിമെൻറ്റ്സ് മാത്രം പോരാ, അത് എൻഫോഴ്സിബിൾ ബൈ ലോ ആണെന്നുണ്ടെങ്കിലാണ് കോൺട്രാക്റ്റായി മാറുക. ഓക്കെ, now moving to the essentials of a valid contract, there are mainly 10 essentials. It includes offer and acceptance, legal relationship, consideration, capacity of parties, consent, lawful object, agreement not declared void, certainty, possibility of performance, and finally legal formalities. So let's discuss the essentials of a valid contract one by one. The first essential element of a valid contract is that there must be an offer and its acceptance. ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് എലിമെൻ്റ് എന്ന് പറയുന്നത് ഒരു ഓഫർ ഉണ്ടായിരിക്കണം, ആക്സെപ്റ്റൻസ് ഉണ്ടാവും. ഒരു കോൺട്രാക്റ്റ് നടത്തണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 പാർട്ടീസ് ഉണ്ടായിരിക്കണം. 1 പാർട്ടി മേക്കിംഗ് ദ ഓഫർ, ഓഫർ കൊടുക്കുന്ന ആളും അതുപോലെ തന്നെ ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളും. Second one is intention to create legal relationship. The offer and acceptance should create a legal obligation between the parties. എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള 2 പാർട്ടീസിനും ആ എഗ്രിമെൻറ്റ് ലീഗലി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കായിരിക്കണം. അതായത് അവരുടെ ഇടയിൽ ഒരു ഒബ്ലിഗേഷൻ, ഒരു ബൈ ചാൻസ് ഒരു പാർട്ടി വില്ലിംഗ് അല്ല,
ഓക്കെ, ഓഫർ കൊടുത്ത പാർട്ടിയോ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്ത പാർട്ടിയോ അത് വില്ലിങ് അല്ല എന്നുണ്ടെങ്കിൽ മറ്റേ പാർട്ടിക്ക് ലോസ് വരാതിരിക്കാനും അവർക്ക് ക്ലെയിം ചെയ്യാനും, ഓക്കെ, വില്ലിങ് അല്ലാത്ത പാർട്ടിയുടെ പേരിൽ ക്ലെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, സോഷ്യൽ അഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്സ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തു, അവർ നമ്മുടെ ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ബട്ട് ബൈ ചാൻസ് അവർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പേരിൽ കേസ് കൊടുക്കാനൊന്നുമില്ല. കാരണം എന്താണ്, ജസ്റ്റ് അതൊരു സോഷ്യൽ റിലേഷൻഷിപ്പ് മാത്രമാണ്. സോ ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ ഫോർ valid offer and acceptance. There are two parties, A and B. എ എന്ന പാർട്ടിക്ക് അയാളുടെ കാറ് 2,50,000 സെൽ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ബീൻ്റെ അടുത്ത് പറഞ്ഞു. ആൻഡ് ബി അത് വില്ലിങ് ആണ്, വാങ്ങാൻ വില്ലിങ് ആണ്, 2,50,000 കൊടുത്ത് വാങ്ങാൻ വില്ലിങ് ആണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു വാലിഡ് ഓഫറും ഉണ്ട്, അതുപോലെ തന്നെ വാലിഡ് അക്സെപ്റ്റൻസും ഉണ്ട്. ഓക്കെ, ആൻഡ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ടുഗദർ മേക്സ് അഗ്രിമെൻറ്റ്. ദ തേർഡ് എലിമെൻ്റ് ആണ് കൺസിഡറേഷൻ, വിച്ച് മീൻസ് സംതിങ് ഇൻ റിട്ടേൺ, തിരിച്ചെന്തെങ്കിലും കിട്ടുന്നത്. ഓക്കെ, കൺസിഡറേഷൻ മേ ബി ഇൻ കൈൻഡ് ഓർ ക്യാഷ്, ഇറ്റ് മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. ചിലപ്പോൾ ഓൾറെഡി കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓ ഫ്യൂച്ചറിൽ പിന്നീട് പേയ്മെൻറ്റ് നടത്താമെന്നുള്ള ഒരു എഗ്രിമെൻ്റ് ആയിരിക്കും. ഓക്കെ, വിച്ച് എവർ ഇറ്റ് ഈസ്, ഇറ്റ് മസ്റ്റ് ബി റിയൽ ആൻഡ് ലോഫുൾ. ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ് ടു ആസ് quid pro quo, which means something in return for another thing. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ എന്തായിരുന്നു, രണ്ട് പാർട്ടീസ് ഉണ്ടായിരുന്നു, എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് പാർട്ടീസ് ഉണ്ടായിരുന്നു അല്ലേ. ഇവിടെ എ എന്നുള്ള പാർട്ടി ബി എന്നുള്ള പാർട്ടിക്ക് ഓഫർ ചെയ്തു, കാർ സെല് ചെയ്യാന്ന് ബി എന്നുള്ള പാർട്ടി അക്സെപ്റ്റ് ചെയ്തു. ബി എന്നുള്ള പാർട്ടിക്കുള്ള കൺസിഡറേഷൻ ആണ് കാറ്, അതുപോലെ എ എന്നുള്ള പാർട്ടിക്കുള്ള കൺസിഡറേഷൻ ആണ് 2,50,000. ഓഫർ കൊടുക്കുന്ന ആളെ നമ്മൾ ഓഫറർ അല്ലെങ്കിൽ പ്രോമിസർ എന്ന് പറയും, ആക്സെപ്റ്റ് ചെയ്ത ആളെ പ്രോമിസി ഓർ ഓഫറി എന്നും പറയും. നെക്സ്റ്റ് എലിമെന്റ് ഈസ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. ദ പാർട്ടീസ് മസ്റ്റ് ബി കോമ്പിറ്റന്റ് ടു എൻ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്ട്. ആരൊക്കെയാണ് കേപ്പബിൾ, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള കപ്പാസിറ്റി ഉള്ളത്, ഏർപ്പെടാൻ പറ്റുന്നവർ ആരൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഏജ് ഓഫ് മെജോറിറ്റി. A person is competent to enter into a contract if he has attained the age of majority. Age of majority എന്ന് പറയുമ്പോൾ 18 ഇയേഴ്സിൻ്റെ എബോവ് ആയിട്ടുള്ള ആളായിരിക്കണം. സെക്കൻഡ് വൺ ഓഫ് സൗണ്ട് മൈൻഡ്, അതായത് അയാൾക്ക് നല്ല രീതിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ആളായിരിക്കണം. ദെൻ സി, നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ ദി ലോ, അതായത് ക്രിമിനൽസോ അല്ലെങ്കിൽ കോൺവിക്ട്സോ അല്ലെങ്കിൽ എനിമിയോ ഒന്നും ആവാൻ പാടില്ല. The law prohibits minors, persons of unsound mind, and also the person disqualified by law. Next point is that free consent. The consent of the parties must be free. It must not be caused by coercion, undue influence, fraud, misrepresentation or mistake. അതായത് പാർട്ടീസിൻ്റെ കൺസെൻറ്റ് എന്ന് പറയുന്നത്, സമ്മതം എന്ന് പറയുന്നത് ഫ്രീ ആയിരിക്കണം. അതായത് അവർ തന്നെ ആയിരിക്കണം അവരുടെ വില്ലിങ്നെസ്സോട് കൂടിയായിരിക്കണം കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അല്ലാതെ ത്രെട്ടൻ ചെയ്തിട്ടോ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടോ ചീറ്റ് ചെയ്തിട്ടോ ഒന്നും ആയിരിക്കരുത് കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനത്തെ കേസിൽ ആ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് വാലിഡ് അല്ല. It is voidable at the option of the agreed party. Agreed പാർട്ടിയുടെ ഓപ്ഷൻ അനുസരിച്ചിട്ടിരിക്കും അത് വാലിഡ് ആണോ അല്ലെങ്കിൽ വോയിഡ് ആണോ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് വരുന്നത് ലോഫുൾ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലോഫുൾ ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഇമ്മോറൽ ഓർ ഓപ്പോസ്ഡ് ടു പബ്ലിക് പോളിസി. നിയമത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നും, നിയമത്തിന് അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നും തന്നെ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട പാർട്ടീസ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് certainty of terms. The agreement must be certain and not indefinite or vague. എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് തന്നെ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ,
ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ എന്നുള്ള പേഴ്സണ് 2 ഫ്ലാറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഹി ഓൺസ് 2 flats, one in Kerala and one in Chennai. A says to B that he is willing to sell his flat without specifying which flat, okay, for rupees 50 lakhs. Hearing this, B accepted the offer and he says he is ready to buy it for rupees 50 lakhs. ബി എന്നുള്ള പേഴ്സൺ വിചാരിച്ചത് ചെന്നൈയിലുള്ള ഫ്ലാറ്റ് ആണ് വിൽക്കുന്നതെന്നാണ്. ബട്ട് വെറാസ് എ വാസ് ടോക്കിംഗ് അബൌട്ട് ദ ഫ്ലാറ്റ് വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ കേരള. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്, കോൺട്രാക്റ്റിലെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടല്ല. ഒരു ഫ്ലാറ്റിനെ പറയുന്നുള്ളൂ, ഏത് ഫ്ലാറ്റ്, എവിടെ ലൊക്കേറ്റ് ചെയ്യുന്ന ഫ്ലാറ്റ് എന്ന് പറയുന്നില്ല. അപ്പോൾ ഒരിക്കലും ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അൺസർട്ടനിറ്റി ആയാൽ പറ്റില്ല. എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും certain ആയിരിക്കണം. ഓക്കെ, ഡെഫിനിറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. Next point is that agreement not declared void. The agreement must not have been expressly declared to be void. The agreements are said to be void in case of agreements in restraint of marriage, in restraint of trade, or agreement in restraint of legal proceedings, wagering agreements, agreements having uncertain meaning, etc. ഒരാളെ റെസ്ട്രെയിൻ ചെയ്യുക അല്ലെങ്കിൽ തടഞ്ഞു വെക്കുന്ന രീതിക്ക് നമ്മൾ ഒരിക്കലും ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടാൻ പാടില്ല. അയാൾക്ക് മാരേജ് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അയാൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. വേഗറിങ് എഗ്രിമെൻറ്റ്സ്, ഈ എഗ്രിമെൻറ്റ്സ് അൺസർട്ടൻ ആയിട്ടുള്ള ഉള്ള എഗ്രിമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ലീഗൽ പ്രൊസീഡിങ്സ്, അയാൾ ലീഗലി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അയാളെ തടഞ്ഞു വെക്കുന്ന രീതിക്ക് അങ്ങനെയൊന്നും കാരണവശാലൊന്നും എഗ്രിമെൻറ്റ് വെക്കാൻ പാടില്ല. ഓക്കെ, അത്തരം എഗ്രിമെൻറ്റ് എന്താണ്, വോയിഡ് ആണ്. നെക്സ്റ്റ് ആണ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ബി പെർഫോംഡ്. പെർഫോം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് ലീഗൽ ഫോർമാലിറ്റീസ്. എ കോൺട്രാക്ട് മേ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. എക്സ്പ്രസ് കോൺട്രാക്റ്റ് ആവാം, അതുപോലെ തന്നെ ഓറൽ ആയിട്ട് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആവും. ബട്ട് കോൺട്രാക്ട് മസ്റ്റ് ബി റിട്ടൺ, രജിസ്റ്റേർഡ്, ടെസ്റ്റഡ്. ഓക്കെ, അത് അത്രയും എസെൻഷ്യൽ ആണ്, ലോ പ്രകാരം എസെൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി റിട്ടൺ ആയിരിക്കണം, അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്ട്. Next point is that free consent. The consent of the parties must be free. It must not be caused by coercion, undue influence, fraud, misrepresentation or mistake. അതായത് പാർട്ടീസിൻ്റെ കൺസെൻറ്റ് എന്ന് പറയുന്നത്, സമ്മതം എന്ന് പറയുന്നത് ഫ്രീ ആയിരിക്കണം. അതായത് അവരെന്നെ ആയിരിക്കണം അവരുടെ വില്ലിങ്നെസ്സോട് കൂടിയായിരിക്കണം കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അല്ലാതെ ത്രെട്ടൻ ചെയ്തിട്ടോ, ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടോ, അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടോ, ചീറ്റ് ചെയ്തിട്ടൊന്നും ആയിരിക്കരുത് കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനത്തെ കേസിൽ ആ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് വാലിഡ് അല്ല. ഇറ്റ് ഈസ് വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി എഗ്രീഡ് പാർട്ടി. എഗ്രീഡ് പാർട്ടിയുടെ ഓപ്ഷൻ അനുസരിച്ചിട്ടിരിക്കും അത് വാലിഡ് ആണോ അല്ലെങ്കിൽ വോയിഡ് ആണോ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് വരുന്നത് ലോഫുൾ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലോഫുൾ ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഇമ്മോറൽ ഓർ ഓപ്പോസ്ഡ് ടു പബ്ലിക് പോളിസി. നിയമത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നും, നിയമത്തിന് അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നും തന്നെ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട പാർട്ടീസ് ചെയ്യാൻ പാടില്ല. Next point is that certainty of terms. The agreement must be certain and not indefinite or vague. എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് തന്നെ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ എന്നുള്ള പേഴ്സണ് 2 ഫ്ലാറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഹി ഓൺസ് 2 flats, one in Kerala and one in Chennai. A says to B that he is willing to sell his flat without specifying which flat, okay, for rupees 50 lakhs. Hearing this, B accepted the offer and he says he is ready to buy it for rupees 50 lakhs. ബി എന്നുള്ള പേഴ്സൺ വിചാരിച്ചത് ചെന്നൈയിലുള്ള ഫ്ലാറ്റ് ആണ് വിൽക്കുന്നതെന്നാണ്. ബട്ട് വെറാസ് എ വാസ് ടോക്കിംഗ് അബൌട്ട് ദ ഫ്ലാറ്റ് വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ കേരള.
അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് കോൺട്രാക്റ്റിലെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടല്ല. ഒരു ഫ്ലാറ്റിനെ പറയുന്നുള്ളൂ. ഏത് ഫ്ലാറ്റ്, എവിടെ ലൊക്കേറ്റ് ചെയ്യുന്ന ഫ്ലാറ്റ് എന്ന് പറയുന്നില്ല. അപ്പോൾ ഒരിക്കലും ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അൺസർട്ടനിറ്റി ആയാൽ പറ്റില്ല. എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും certain ആയിരിക്കണം. ഓക്കെ, ഡെഫിനിറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. Next point is that agreement not declared void. The agreement must not have been expressly declared to be void. The agreements are said to be void in case of agreements in restraint of marriage, in restraint of trade, or agreement in restraint of legal proceedings, wagering agreements, agreements having uncertain meaning, etc. ഒരാളെ റെസ്ട്രെയിൻ ചെയ്യുക അല്ലെങ്കിൽ തടഞ്ഞു വെക്കുന്ന രീതിക്ക് നമ്മൾ ഒരിക്കലും ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടാൻ പാടില്ല. അയാൾക്ക് മാരേജ് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അയാൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. വേഗറിങ് എഗ്രിമെൻറ്റ്സ്, ഈ എഗ്രിമെൻറ്റ്സ് അൺസർട്ടൻ ആയിട്ടുള്ള ഉള്ള എഗ്രിമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ലീഗൽ പ്രൊസീഡിങ്സ്, അയാൾ ലീഗലി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അയാളെ തടഞ്ഞു വെക്കുന്ന രീതിക്ക് അങ്ങനെയൊന്നും കാരണവശാലൊന്നും എഗ്രിമെൻറ്റ് വെക്കാൻ പാടില്ല. ഓക്കെ, അത്തരം എഗ്രിമെൻറ്റ് എന്താണ്, വോയിഡ് ആണ്. നെക്സ്റ്റ് ആണ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ബി പെർഫോംഡ്. പെർഫോം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് ലീഗൽ ഫോർമാലിറ്റീസ്. എ കോൺട്രാക്ട് മേ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. എക്സ്പ്രസ് കോൺട്രാക്റ്റ് ആവാം, അതുപോലെ തന്നെ ഓറൽ ആയിട്ട് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആവും. ബട്ട് കോൺട്രാക്ട് മസ്റ്റ് ബി റിട്ടൺ, രജിസ്റ്റേർഡ്, ടെസ്റ്റഡ്. ഓക്കെ, അത് അത്രയും എസെൻഷ്യൽ ആണ്. ലോ പ്രകാരം എസെൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി റിട്ടൺ ആയിരിക്കണം, അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്ട്. നൗ see this example again. A, who has attained the age of 30 years, offers to B, who is of 40 years, to sell his car for rupees 50,000 and B accepted the offer as he was already looking for the car at this rate. B bought the car after completing all the legal formalities. Okay. എല്ലാ എസെൻഷ്യൽസും, കോൺട്രാക്റ്റിൻ്റെ എല്ലാ എസെൻഷ്യൽസും കൂടിയ ഒരു എക്സാമ്പിൾ ആണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയുന്നത്. എ ആൻഡ് ബി ആണ് രണ്ട് പാർട്ടീസ്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരിക്കണം, ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ആയിരുന്നു. ഒരാൾ ഓഫർ കൊടുക്കുന്ന ആളും അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളും. സെക്കൻഡ് കണ്ടീഷന് ലീഗൽ റിലേഷൻഷിപ്പ്. ഓക്കെ, ഇറ്റ് ഈസ് എ കോൺട്രാക്ട് വിത്ത് ലീഗൽ റിലേഷൻഷിപ്പ്. രണ്ട് പാർട്ടീസിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്, ലീഗൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നെക്സ്റ്റ് ആണ് കൺസിഡറേഷൻ. ഹിയർ ₹50,000 ഈസ് ദ കൺസിഡറേഷൻ. Okay, for A it is ₹50,000 and for B it is the car considered as the consideration. Next, here it is clearly given their age. One is 30 years and the other one is 40 years. So both of them are capable of entering into the contract. And also B was already looking for a car at this rate. So it clearly shows that his consent is free. It also satisfies the other essentials such as performance of the contract as it is capable of performing, agreement not declared to be void, legal object and formalities, legal formalities.